ശ്രീ എ പി അനിൽകുമാർ, അസാധാരണമായ സാഹചര്യമാണ്. ഇന്നലെ വരെ മഴയില്ല, അതുകൊണ്ട് വൈദ്യുതി പ്രതിസന്ധി പോലും നാട് നേരിട്ടിരുന്നു. പക്ഷേ ഒരൊറ്റ രാത്രിയിൽ പെയ്ത മഴയിൽ വലിയ ബുദ്ധിമുട്ടുകൾ, വലിയ പ്രതിസന്ധികൾ, വീടുകൾ പോലും ഒലിച്ചു പോകുന്നു. ആ ഗതിയിലേക്ക് പോവുകയാണ് നാട്. സംസ്ഥാന സർക്കാർ എന്തൊക്കെ തീരുമാനങ്ങൾ ഇന്ന് എടുത്തിട്ടുണ്ട്, എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതുവരെ? നമുക്ക് ഈ മഴയുമായി ബന്ധപ്പെട്ട് നേരത്തെ നമുക്ക് മുന്നറിയിപ്പുണ്ടായിരുന്നു. കേന്ദ്ര കാലാവസ്ഥ കേന്ദ്രം നമുക്ക് 5 ദിവസത്തെ മഴ ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ സമയത്ത് തന്നെ റവന്യൂ വകുപ്പ് സെക്രട്ടറി ജില്ലയിലെ കളക്ടേഴ്സിൻ്റെ പ്രത്യേകം യോഗം വിളിച്ചു ചേർത്ത് മഴയുടെ സാധ്യതകളെക്കുറിച്ച് അവരോട് പറഞ്ഞിരുന്നു. തഹസിൽദാർ അതുപോലെ വില്ലേജ് ഓഫീസർ ലെവലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഏത് സാഹചര്യത്തിലായാലും നേരിടാൻ തയ്യാറായി നിൽക്കേണ്ട സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ സേനാംഗങ്ങൾക്കും വ്യക്തമായ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മുടേതായ പ്രതീക്ഷയ്ക്കപ്പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷിക്കുന്ന അപ്പുറത്ത് വലിയ മഴ പത്തനംതിട്ട ജില്ലയിലൊക്കെ സംഭവിച്ചതാണ്. വലിയ രീതിയിലുള്ള മഴയാണ് അവിടെ ഉണ്ടായത്. 300 mm 350 mm ഒക്കെ മഴ കിട്ടുമെന്ന് പറയുമ്പോൾ അതിതീവ്ര മഴയാണ്. അപ്പോൾ അത്ര മഴ വരുമ്പോഴാണ് നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്ത് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ ചിലപ്പോൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയാത്ത രീതിയിൽ രാത്രി ഏതാണ്ട് കുറഞ്ഞ സമയത്തിനിടയിൽ തന്നെ ഇത്രയും ശക്തമായ മഴ പെയ്യുകയും അത് വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കത്തിന് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് വളരെ ആശങ്കയിലായിരുന്നു നമ്മുടെ മഴ എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ഇടുക്കി പോയപ്പോഴൊക്കെ ഡാമുകളൊക്കെ വറ്റി വരണ്ട് കിടക്കുകയാണ്. പക്ഷേ ഒരൊറ്റ രാത്രിയിലെ ഒരു മഴ കൊണ്ട് പമ്പയുൾപ്പെടെയുള്ള നദികൾ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമുണ്ടായി എന്ന് പറയുമ്പോൾ മഴ എത്രമാത്രം തീവ്രമാണ് എന്നതിൻ്റെ തെളിവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ ആദ്യഘട്ടത്തിൽ കഴിയാതെ പോകും. കാരണം ഇത്രയും മഴ വന്നു കഴിഞ്ഞാൽ ആ മഴയും വെള്ളവും വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് പരിമിതി ഉണ്ട്. പക്ഷേ നമുക്ക് ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ജില്ലാ കളക്ടറും റവന്യൂ വകുപ്പും അതുപോലെ തന്നെ പോലീസ് സംവിധാനവും ഫയർഫോഴ്സും നാട്ടുകാരും ജനപ്രതിനിധികളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആശ്വാസം, റാന്നി ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വെള്ളമുണ്ടായി. പിന്നീട് റാന്നിയിൽ നിന്ന് വെള്ളം തിരിച്ചു ഒഴുകുമ്പോൾ അതിനകത്ത് ആറന്മുളയും പമ്പയുടെ തീരങ്ങളിലുമൊക്കെ വലിയ രീതിയിലുള്ള വെള്ളം വന്നു. പക്ഷേ നമുക്ക് വലിയ രീതിയിലുള്ള മറ്റ് അപകടങ്ങൾ, ജീവഹാനിയോ ഒന്നും ഉണ്ടായില്ല എന്നാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് വെള്ളം വന്നതിന് ശേഷം, ഇത്രയും വലിയ മഴ ഉണ്ടായതിനു ശേഷം അതിനെ നേരിടുന്നതിലും ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് രാത്രിയും വലിയ രീതിയിലുള്ള മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ NDRF സേന ഉൾപ്പെടെ സജ്ജമായിട്ടുണ്ട്. കോട്ടയത്തും ഇടുക്കിയിലും പത്തനംതിട്ടയിലുമൊക്കെ രാത്രി എന്തെങ്കിലും അത്യാഹിതം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറായിട്ടുണ്ട്. ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ശരി, വളരെയധികം നന്ദി ശ്രീ എ പി അനിൽകുമാർ.